ഞാൻ അനൂപിനോട് പറയുകയാണ്, ഇത്രയ്ക്കൊന്നും സ്വാതന്ത്ര്യം കാണിക്കണ്ട. അമ്മയെ ഇത്രയധികം പേടിയുള്ള ആൾ കുറച്ചധികം ഒരു ഗ്യാപ്പിട്ട് നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറയുമ്പോൾ, അമ്മയും പേടിയാണെങ്കിലും ശരി, ഇനി വേണ്ടി വന്നാൽ നിന്നെയും കൊണ്ട് നാട് വിടാൻ വരെ ഞാൻ റെഡിയാണ്. എന്നിട്ടെല്ലാം ഒന്ന് സമാധാനത്തിലായതിനു ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ നിന്നെയും കൂടെ തിരിച്ചു വരും. അതൊക്കെയാണ് എൻ്റെ പ്ലാൻ എന്നൊക്കെ പറയുമ്പോൾ, കേൾക്കാൻ നല്ല രസമുണ്ട്. ഇത് നടക്കുന്ന കാര്യമല്ല, അതിനുള്ള തൻ്റെ ഇടമൊന്നും എൻ്റെ ഭർത്താവിനില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അനൂപും പറയുകയാണ്, അങ്ങനെയല്ല, വേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ഇത്രയൊക്കെ ആക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ പലതും സാധിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ നാരായണി, അയ്യോ അതേ അമ്മ എന്ന് പറയുമ്പോഴേക്കും അനൂപ് ഞെട്ടുകയാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഭർത്താവ് എന്ന് പറയുമ്പോൾ നോക്കിക്കോ, ഒരിക്കൽ നീ ഇവിടുത്തെ ഈ അടുക്കളയിൽ ഇവിടുത്തെ വീട്ടമ്മയായി നിന്ന് സർവ്വ അധികാരത്തോടു കൂടി തന്നെ നിൽക്കുന്നൊരു ദിവസം വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അനൂപ് പോവുകയാണ്. അതിനുശേഷം അങ്ങനെ ആ ക്ഷേത്രത്തിൽ പോകാൻ പറഞ്ഞ കാര്യം രഞ്ജനോട് വന്ന് നാരായണി പറയുകയാണ്. അപ്പോൾ മോളെ, അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇത്രയും നാൾ നിന്നോട് ദേഷ്യം ഉണ്ടായിരുന്ന ബാലഗോപാലൻ അമ്മാവൻ ഇത്ര പെട്ടെന്ന് നിന്നോട് സ്നേഹമായെന്ന് വിചാരിക്കാൻ എനിക്കത്ര ഒരു ഉറപ്പില്ല. അതുകൊണ്ട് നീ സൂക്ഷിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ അന്നത്തെ അമ്മാവനൊന്നുമല്ല അനൂപേട്ടൻ്റെ, അന്നത്തെ അമ്മാവനല്ല, ഇപ്പോൾ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, ഓക്കെ അതൊക്കെ ശരിയാണ്, എന്നാലും അവരെ സൂക്ഷിക്കണം. അനൂപിൻ്റെ അമ്മയാണെങ്കിലും അമ്മാവനൊന്നും ശരിയല്ല എന്ന് പറയുമ്പോൾ, എന്തൊക്കെ വന്നാലും ഒരു അമ്പലത്തിലേക്കല്ലേ പോകുന്നത്, അവിടെ ഒന്നും അങ്ങനെ വേറെ ഒന്നും സംഭവിക്കില്ല, ദൈവം കൂട്ടുണ്ടാവും എന്നൊക്കെ പറയുകയാണ് നാരായണി. അങ്ങനെ പറയുമ്പോൾ, എന്നാൽ മോളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, പോയിക്കോ, സൂക്ഷിച്ച് പോകണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ നാരായണി പറയുന്നുണ്ട്, ഞാൻ പോയിട്ട് നല്ലോണം പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മോൾ ഒരു കാര്യം എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ, എന്താണെന്ന് ചോദിക്കുമ്പോൾ അമലയുടെ ശല്യം കൂടി വരികയാണ്, എന്തെങ്കിലും അവളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കാം. അവൾക്കിപ്പോൾ അവളുടെ ഭർത്താവിനെ വേണ്ട എന്നുള്ളൊരു സ്ഥിതിയാണ്. അവളുടെ ശല്യം ഇനി രഞ്ജേട്ടന് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചോളാം, എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കും എന്ന് പറയുമ്പോൾ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പ്രാർത്ഥിക്കണം, എൻ്റെ മോളുടെ കാര്യം. മോൾ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ആ ഫാദറിൻ്റെ അടുത്ത് പോയിരുന്നു, പക്ഷെ അവിടെ കുട്ടിയെ കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഞാൻ ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞാലും ഒന്നും അധികാരം കാണിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ആ അച്ഛന് അത് വിശ്വാസമായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നാരായണി ചോദിക്കുന്നുണ്ട്, ശരിക്കും അങ്ങനെ ആ കുട്ടിയെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ചേട്ടൻ എങ്ങനെയായിരിക്കും അതിന് ആ കുഞ്ഞിനോടുള്ളൊരു സമീപനം, കുഞ്ഞിനെ വിട്ടു കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, ഒരിക്കലുമില്ല, അതെനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി മാത്രം പറയുന്നതാണ്, എനിക്ക് ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ അങ്ങനെ മാറ്റി നിർത്താൻ ഇനി കഴിയില്ല എന്ന് പറയുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് സ്വന്തമാക്കിയില്ലെങ്കിൽ പിന്നീട് കുഞ്ഞിനെ കണ്ടുപിടിച്ചാലും കുഞ്ഞിനെ ചിലപ്പോൾ എൻ്റെ കൂടെ വരാൻ മനസ്സുണ്ടാവണമെന്നില്ല. ഇപ്പോഴത്തെ കുഞ്ഞിൻ്റെ പ്രായം വലിയ പ്രശ്നമില്ലാത്തതാണെന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് അനൂപിൻ്റെ അമ്മയുടെ അടുത്ത് ഹരിത വരികയാണ്. അമ്മ, എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താണ് അമ്മയുടെയും അമ്മാവിൻ്റെയൊക്കെ ഉദ്ദേശം, എനിക്ക് പലപ്പോഴും നിങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ, മോൾ ധൈര്യമായിട്ട് ഇരിക്കുക, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എല്ലാം നല്ലതിനാണെന്ന് പറയുമ്പോൾ, എനിക്ക് നാരായണിയോടുള്ള നിങ്ങളുടെ സമീപനമാണ് മനസ്സിലാവുന്നത്, എന്തിനാ എല്ലായിടത്തും അവളെയും കൊണ്ട് പോകുന്നത്, എന്താവശ്യമുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്ക് നീ പറഞ്ഞതുപോലെ ഇപ്പോഴും അനൂപിനെ അവൾ മനസ്സിലായിട്ടോട് നടപ്പുണ്ടെന്നൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ നിന്നോട് കഴിഞ്ഞ ദിവസം കാണിച്ച ആ ആക്രമണം, അതായത് നിൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കാൻ നോക്കിയതും അവളുടെ മേത്ത് ബാധ കൂടിയ കാര്യമൊക്കെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് ബാലനാണ് പറഞ്ഞത്, നിന്നെയും നാരായണ അനുപരെയും കൊണ്ട് അങ്ങനെ പോകാനായിട്ട്, അവിടെ വെച്ചിട്ട് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും, അതിന് വേണ്ടതെല്ലാം നീ നന്നായി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുകയാണ്. എന്തൊക്കെയായാലും മോൾ ഒരു കാര്യം മനസ്സിലാക്കി, 1.5 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ നിൻ്റെ കയ്യിൽ അവനിട്ട നിശ്ചയമോചനം മാത്രമേ ഉള്ളൂ, പക്ഷേ അപ്പോൾ നിൻ്റെ കഴുത്തിൽ താലിയും കൂടി ഉണ്ടാവും, നിങ്ങൾ ഒരുമിച്ച് കൈപിടിച്ച് നടക്കും, എൻ്റെ ഉറപ്പാണെന്നൊക്കെ പറയുകയാണ്. നാരായണി അങ്ങനെ നല്ല ഭംഗിയായിട്ട് സാരിയൊക്കെ ഉടുക്കുകയാണ്. എന്നിട്ട് മനസ്സിലോർക്കുന്നുണ്ട്, ഇതെൻ്റെ ഭർത്താവ് എനിക്ക് വാങ്ങിത്തന്ന സാരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവരുടെ പോകാൻ ഒരുക്കുകയാണ്. അതിനുശേഷം അവർ യാത്രയാവുന്നതാണ് കാണിക്കുന്നത്. അവരുടെ ആ കാറിൽ അവർ 4 പേരും കൂടി യാത്രയാവുകയാണ്. അങ്ങനെ ആ അമ്പലത്തിൽ വന്ന് കാർ നിർത്തുകയാണ്. അവിടെ ചെന്ന് 4 പേരും കൂടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരു സ്വാമി വരുന്നുണ്ട്. സ്വാമിയോട് പറയുന്നു, ഇതാണ് ഞങ്ങൾ പറഞ്ഞ കുട്ടി നാരായണി, ബാലൻ പറഞ്ഞില്ലേ ഇതാണ് എന്നൊക്കെ പറയുകയാണ്. എന്തായാലും നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ട് ഇവർ 4 പേരും കൂടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ സ്വാമി ഒരു ചരട് കൊണ്ടുപോയി നാരായണിക്ക് കൊടുക്കുന്നുണ്ട്. നാരായണിയുടെ കയ്യിൽ അത് കെട്ടിക്കൊടുക്കുന്നു. അപ്പോൾ നാരായണി മനസ്സിലോർക്കുന്നുണ്ട്, എൻ്റെ അച്ഛനെയും അമ്മയും വിട്ട് മാറാനോ അവരെ ഒഴിവാക്കാനോ എനിക്ക് ഒരു താല്പര്യവുമില്ല, എന്നാലും നിൻ്റെ ആഗ്രഹം ദേവി, നിൻ്റെ ആഗ്രഹം എന്താണോ അതുപോലെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം സ്വാമി പറയുകയാണ്, അവിടെ ഒരു മലമുകളിൽ താഴെ ഒരു ഭൂതത്താൻ കെട്ടുണ്ട്, അങ്ങോട്ട് നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ എല്ലാം നന്നായി തന്നെ അവസാനിക്കുമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അനൂപിൻ്റെ അമ്മ നാരായണയെ വിളിച്ചിട്ട് നമുക്ക് പോയി പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു. അനൂപും ഹരിതയും ഒപ്പം വരുമ്പോൾ അവരോട്, നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും, ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞ് നാരായണയെ മാത്രം കൂട്ടിക്കൊണ്ട് പോവുകയാണ്.
നാരായണിയെയും കൊണ്ടിട്ട് ആ ഭൂതത്താൻകെട്ടിൻ്റെ മേളിൽ വന്നിട്ട് താഴത്തോട്ട് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മോളെ അവിടെ നോക്കി പ്രാർത്ഥിക്ക്, എല്ലാം നന്നാവും, എല്ലാം പ്രശ്നങ്ങൾ ഇന്നത്തോടെ മാറും എന്നൊക്കെ പറഞ്ഞിട്ട്, നിൻ്റെ അച്ഛനും അമ്മയുടെയും മരണം അങ്ങനെ ഒരു മരണമായിരുന്നില്ലേ, നിനക്ക് അതിന് വേണ്ട പരിഹാരങ്ങളോ കർമ്മങ്ങളോ ചെയ്യാൻ പറ്റിയില്ലല്ലോ, അതെല്ലാം ഇന്നത്തോടു കൂടി നിനക്കുള്ള അവരെ കൊണ്ടുള്ള ശല്യങ്ങളെല്ലാം മാറുമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പറയുകയാണ്. അപ്പോൾ നാരായണി മനസ്സോടെ അങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ അനൂപിൻ്റെ അമ്മയുടെ ഉദ്ദേശം അവളെ തള്ളി താഴെയിടാനാണ്. അങ്ങനെ പതുക്കെ തള്ളാൻ പോകുമ്പോഴേക്കും ഒരു പെട്ടെന്നൊരു ശബ്ദം കേൾക്കുകയാണ്. അവിടെ ഒരു വഴി യാത്രക്കാരി വരികയാണ്. എന്നിട്ട് എന്തെങ്കിലും തരണമെന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഒന്ന് പോയേ എന്ന് പറയുകയാണ്. അതായത് അവൾക്ക് തടസ്സം വന്നതുകൊണ്ട് ദേഷ്യം വരികയാണ്. അപ്പോൾ ആ യാത്രക്കാരി പറയുകയാണ്, നന്നാവില്ല ഒരിക്കലും എന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ്. വീണ്ടും ഇതുപോലെ തന്നെ വീണ്ടും പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴേക്കും വീണ്ടും അതുപോലെ തന്നെ തടസ്സം വീണ്ടും അനൂപും ഹരിതയും കൂടി അങ്ങോട്ട് വരുന്നു. അങ്ങനെ അനൂപിൻ്റെ അമ്മയുടെ ഉദ്ദേശം നടക്കാതെ പോകുന്നു.